നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിളായിട്ടൊരു പേഴ്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ പീസ് എടുക്കുക, 10x13 ഇഞ്ച്. റഫായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം സിംഗിൾ പീസാണ്, അപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് 2 പീസായിട്ട്. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള സ്ക്രാപ്പ് ഫാബ്രിക്സ് വെച്ചിട്ട് ഏത് റെക്റ്റാങ്കിൾ പീസ് ഓഫ് ഫാബ്രിക് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നീറ്റായിട്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്. 2, ലെവൽ ചെയ്യണം. എല്ലാ സൈഡ്സും നീറ്റ്ലി ലെവൽ ചെയ്തെടുക്കണം. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും പ്രശ്നമില്ല, പക്ഷെ ലെവൽ ചെയ്തെടുത്താൽ നമുക്ക് തയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇതിൽ ആകെയുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് എവിടെയാണോ സിബ് അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പോർഷനിലുള്ള ഫാബ്രിക്, ആ ഒരു സൈഡിലുള്ള ഫാബ്രിക്കിന് ഒരു 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ നിങ്ങൾ മടക്കുക. അതിനുശേഷം ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് പിൻ ചെയ്ത് കൊടുക്കാം. തയ്ച്ച് കുറച്ച് പരിചയമുള്ളവർക്കാണെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കൊന്നും വേണ്ട. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. സിബിൻ്റെ സിപ്പ് ടീത്ത് പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പേഴ്സിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സിപ്പേഴ്സ് മേടിക്കാൻ കിട്ടും. ബ്ലാക്ക് സിപ്പേഴ്സിൽ, അതായത് ബ്ലാക്കിൽ ഗോൾഡൻ ടീത്ത്, സിൽവർ ടീത്ത്, അങ്ങനെയുള്ള സിപ്പേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പേഴ്സിൻ്റെ ലുക്ക് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ നല്ല ഭംഗിയുള്ള ബട്ടൺസ് അറ്റാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും പേഴ്സ് കാണാനായിട്ട്. അപ്പോൾ സിബ് ടീത്ത് പുറത്ത് കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചാലും ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ എൻ്റെ സിബ് എന്ന് പറയുന്നത് അത്ര സ്റ്റൈലൻ സിബൊന്നുമല്ല, അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ഞാൻ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈവൻ പുറത്ത് കണ്ടാലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പോൾ ഞാൻ തയ്ക്കുന്ന കണ്ടില്ലേ, സിബ് ടീത്ത് ജസ്റ്റ് ആ ഒരു എന്താ പറയുക, സിബ് ടീത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആ പ്രഷർ ഫുട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തയ്ച്ച് അവസാനം എത്താറായി. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ സിബ് തുറന്നിട്ട ശേഷം ബാക്കി തയ്ച്ചു കൊടുക്കുക. ഒരു ബിഗിനറിന് പറ്റിയ പ്രൊജക്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഏത് സ്ക്രാപ്പ് ഫാബ്രിക് വെച്ചിട്ടും നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിബിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞു. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ, അങ്ങനെ സിബിൻ്റെ അറ്റം മുതലാണ് ഞാൻ ഈ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. അറ്റം മുതൽ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള 3 സൈഡും അങ്ങ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് വെച്ച് അങ്ങ് ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ സിബ് കുറച്ചൊന്ന് തുറന്നു വിടുക. പിന്നെ ആ സൈഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ വേണ്ടല്ലോ, ആ മെറ്റാലിക് പോർഷൻ നമുക്ക് വിസിബിൾ ആയിരിക്കണം. അതിനപ്പുറത്ത് നിന്നിട്ട് വേണം നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ സിബിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സിബിൻ്റെ കോർണേഴ്സ് ഉണ്ടല്ലോ, പേഴ്സിൻ്റെ കോർണേഴ്സ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് കട്ട് ചെയ്ത് കൊടുക്കണേ? പ്രോപ്പറായിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എക്സ്ട്രാ സിബിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കണം കണ്ടില്ലേ, അതൊക്കെ ഒന്ന് കളയുക. ഇതിന് ശേഷം അകമ്പുറം തിരിക്കുക. കഴിഞ്ഞു, പേഴ്സിൻ്റെ പരിപാടിയെ തീർന്നു. ഇത്ര ഈസിയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വലിയ സിബ് കിട്ടും, കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ സിബാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സാധാരണ സിബ് യൂസ് ചെയ്താലും അത് മതിയാവും. ഇത്രയും വലിയ സിബ് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണ് കേട്ടോ ഈ സിബ്. അതിൻ്റെ ആ വലിക്കുന്ന സാധനമൊക്കെ കണ്ടില്ലേ, ഇറ്റ്സ് വെരി ബിഗ് കമ്പയർഡ് ടു എ നോർമൽ സിബ്. പിന്നെ ഈ അറ്റം ഉണ്ടല്ലോ, നമുക്കത് അകമ്പുറം തിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തിരിഞ്ഞ് വരില്ല. അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഒന്ന് മടക്കി കൊടുക്കുക, മറക്കരുത്. പിന്നെ നീറ്റായിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എല്ലാ സൈഡും ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്താൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഹോം സ്യൂയിങ് മെഷീനാണ്. ബ്രദറിൻ്റെ ഹോം സ്യൂയിങ് മെഷീൻ വെച്ച് തയ്ച്ചേക്കണം. അപ്പോൾ സ്റ്റിച്ച് വിഡ്ത്ത് നല്ലപോലെ കുറച്ചിട്ട് തയ്ച്ചേക്കണേ. അപ്പോൾ ഈ ഹോം സ്യൂയിങ് മെഷീൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതായത് നമ്മുടെ ഈ ത്രെഡൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഹോം സ്യൂയിങ് മെഷീൻസിൻ്റെ കുറച്ചൊരു പ്രോബ്ലമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റിച്ച് വിഡ്ത്ത് കുറച്ച് തയ്ച്ചേക്കുന്നത്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ, ഒരു സീക്രട്ട് പേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് 2ആയിട്ട് മടക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ വരയ്ക്കും.
യെല്ലോ കളർ ചോക്ക് വെച്ച് വരച്ചിട്ട് അത്രയും വരെ മാത്രമേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള പോർഷൻ നമ്മൾ മടക്കണം. മടക്കി അതിൻ്റെ ഉള്ളിൽ ത്രെഡ് കയറ്റിയിടുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. കണ്ടോ, ഇതുപോലെ മടക്കുക. ഫസ്റ്റ് ഒരു തവണ മടക്കി അതിനുശേഷം ഒന്നും കൂടെ ആ ത്രെഡ് വെച്ച ശേഷം ഒന്ന് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ആ ഒരു എഡ്ജ് നോക്കിയിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി കേട്ടോ. നമ്മുടെ പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ്. ഇപ്പം ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് പറയണത്, ഞാനിപ്പം ഇമോട്ട് കാഷ്വൽസിൻ്റെ സൽവാർ പാൻസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ റെഫറൻസ് കൂടുതൽ ഇപ്പോൾ തയ്ക്കേണ്ട എങ്ങനെയാണ്, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുള്ളവർക്ക് ഒരു നല്ല റെഫറൻസ് ആയിരിക്കും അത്. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ പേഴ്സിനെ എടുക്കുക, ഇവിടെ അറ്റാച്ച് ചെയ്യാം. സിഗ്സാഗ് സ്റ്റിച്ചും കൊടുക്കുക, മറ്റേ സ്ട്രെയിറ്റ് സ്റ്റിച്ചും കൊടുക്കുക. പിന്നെ എന്താ, ഈ ത്രെഡ് 2 സ്ഥലത്തേക്കും വലിക്കുക. കഴിഞ്ഞു. ഇതേ നമ്മുടെ സീക്രട്ട് പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങൾ അതൊക്കെ നമുക്ക് കൺമഷി, ലിപ്സ്റ്റിക് അങ്ങനത്തെയൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് കൊള്ളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്, സിപ്പ്, പിന്നെ എന്തൊക്കെ അലങ്കാരങ്ങളുണ്ടോ അതൊക്കെയാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു പാർട്ട് ടൈം ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി സൂയിങ്.